ഇങ്ങനെയുള്ള വൈക്കോലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വരുമാന മാർഗം കണ്ടെത്തുന്ന പല ആൾക്കാരുണ്ട്. ഒട്ടുമിക്ക കൃഷിക്കാരും ഇങ്ങനെയുള്ള വൈക്കോലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കാണ് ചെയ്യുക. അതിന് കാരണം നമ്മൾ ഈ നെല്ലും കാര്യങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ എത്രയും വേഗം സപ്ലൈക്ക് കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് എത്രയും വേഗം വൈക്കോലും കൂടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. കൂടുതൽ കർഷകരും അത് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുക. അങ്ങനെയൊക്കെ വിറ്റ് ഒഴിവാക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ മഴക്ക് സാധ്യത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും വേഗം ചെറിയ റേറ്റിനൊക്കെ അത് വിറ്റ് ഒഴിവാക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ റേറ്റിനൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വലിയ ഗോഡൌണിലൊക്കെ ഇത് കൊണ്ടുവച്ച് മഴ കൊള്ളാണ്ട് ഇത് എടുത്തു വെക്കും. പിന്നീട് ഇത് ഡിമാൻഡുള്ള ടൈമിലൊക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാല ടൈമിലൊക്കെ ഇതിന് വലിയ റേറ്റ് ആവും. 250-300 രൂപക്കാണ് ഒരു കെട്ടിന്. ഇത് ഇവര് കൃഷിക്കാരൊക്കെ വാങ്ങിക്കുന്നത് 80-നാണ്. 80-ന് കിട്ടാൻ കാരണേ വലിയൊരു 100 ഏക്കർ 200 ഏക്കർ ചെയ്യുന്ന കൃഷിക്കാരൊക്കെ ഇത് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കും. കാരണം അവിടെ കിടന്നു കഴിഞ്ഞാൽ മഴ പെയ്യേ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് കൊയ്ത്തിന് വേണ്ടിയിട്ടേ കൊയ്ത്ത് യന്ത്രത്തിന്റെ കാശും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വൈക്കോല് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ കിട്ടും. അപ്പോൾ എത്രയും വേഗം അവർ വിറ്റ് ഒഴിവാക്കുമ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ട് കണ്ടിട്ട് ഇങ്ങനെയുള്ള ബൈക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വിൽക്കുന്ന പല ടീമുകളുണ്ട്. ഇത് ചെയ്യാൻ അധികം മുടക്ക് മുതലൊന്നും ആവശ്യമില്ല. ഇത് വാങ്ങിക്കാനുള്ളൊരു ചിലവുണ്ട്. ചെറിയ റേറ്റിന് ഇത് കിട്ടുമല്ലോ. പിന്നീട് ഇത് വണ്ടിയിൽ കയറ്റി വെക്കാന്നുള്ളതാണ്. അത് ബംഗാളികൾ ഒരു കെട്ടിന് 10 രൂപക്കൊക്കെ ഇത് വെച്ച് തരും. അതുപോലെ ഇത് കൊണ്ടുപോകാനുള്ള ഒരു വാടക, വണ്ടിയുടെ വാടക. പിന്നെ ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഴ കൊള്ളാണ്ട് എടുത്ത് വെക്കണം. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. മഴ കൊള്ളാണ്ട് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. ഇതൊരു കേടും വരില്ല. അതുപോലെ തന്നെ വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തു വെക്കാനുള്ള ഗോഡൌണും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, വണ്ടിക്കാർക്ക് ഇത് സുഖമായിട്ട് ഇത് കച്ചവടം ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ അധികം ഇല്ലാത്ത കേരളത്തിൽ പല സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ വാഗമണ്ണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നല്ല ഓർഡർ വരാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ നമുക്ക് ഓർഡർ വരാറ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടിക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക, അവിടുത്തെ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കസ്റ്റമറൊക്കെ കണ്ടെത്തിയിട്ട് ഇത് ഇവിടുന്ന് ചെറിയ റേറ്റിന് എടുത്തിട്ട് ഇവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വൈക്കോല് ചെറിയൊരു മാർജിൻ കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കാനുള്ള ആ വണ്ടിയുടെ വാടകയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയും സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റും. പിന്നെ നെൽകർഷകർ തന്നെ മെയിനായിട്ട് പോത്ത് ഫാം ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ഈ വൈക്കോല് വിറ്റ് ഒഴിവാക്കില്ല. അവര് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ വൈക്കോലും അവരുടെ ഫാം, മെയിനായിട്ട് പോത്ത് ഫാം ഒക്കെയാണ് കുറെ ആൾക്കാർ ചെയ്യാറ്. അപ്പൊ അങ്ങനെ പോത്ത് ഫാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോത്തിന്റെ അധികം പാടത്ത് കൃഷി ടൈമിലൊക്കെ പുല്ല് കാര്യങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ ഫുള്ളായിട്ട് വൈക്കോലും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇതുപോലൊക്കെ ഗോഡൌണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈക്കോല് സ്റ്റോക്ക് ചെയ്തിട്ട് ഇതുപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വൈക്കോല് ചെറിയ റേറ്റിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ കൃഷി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ മേഖലയിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 കെട്ട് അല്ലെങ്കിൽ 50 കെട്ടൊക്കെ ആവശ്യക്കാർ എനിക്ക് വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വീടിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിലൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി.